ആചരിച്ചു വരുന്ന കൃഷ്ണഗീതി ദിനം ഈ വർഷം 2 ദിവസം മുമ്പ് നമ്മൾ ആചരിക്കണം. ശരിക്ക് തുലാമാസം 30-ാം തീയതി വരുന്നത് 16-ാം തീയതിയാണ്. അന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നമുക്ക് വിദ്യാർത്ഥികളെ കിട്ടാനുള്ള ശ്രോതാക്കളുടെ അഭാവമൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇങ്ങനെയൊരു മാറ്റം വരുത്തിയത്. അതുകൂടാതെ അന്ന് തന്നെയാണ് ഈ ചെമ്പൈ സംഗീതോത്സവത്തിൻ്റെ തുടക്കവും അവാർഡ് ദാനമൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊരു മാറ്റം ഈ വർഷം വരുത്തിയത്. ഈ നമ്മൾ സാധാരണ ചെയ്തു വന്നത് കൃഷ്ണഗീതി ദിനത്തിൻ്റെ അക്കാദമികമായുള്ള ഒരു പരിരക്ഷത്തിൽ ഒരു സെമിനാർ സംഘടിപ്പിക്കാറുണ്ട്. ഇന്ന് ആ സെമിനാർ നിർവഹിക്കുന്നത്, അതിൽ പ്രബന്ധം അവതരിപ്പിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തായുള്ള ശ്രീ സദനം ഹരികുമാർ അവകളാണ്. നമുക്കെല്ലാവർക്കും അറിയാം, കൃഷ്ണഗീതി എന്ന ഒരു ഗ്രന്ഥം മാനവേദൻ എന്ന രാജാവ് തൻ്റെ ഭരണകാലത്തിൻ്റെ അവസാനത്തോടടുക്കുന്ന സമയത്ത് എഴുതി പൂർത്തീകരിച്ച് ഇവിടെ സമർപ്പിച്ചതാണ്. 3-4 വർഷം മാത്രമേ അദ്ദേഹം സാമൂഹികമായിട്ട് ഭരിച്ചിട്ടുള്ളൂ. ആ കാലയളവിലാണ് ഈ കൃതി ഇവിടെ വരുന്നത്. പക്ഷേ ആ കൃതി ഒന്നുകൊണ്ട് മാത്രം അദ്ദേഹം എന്താവുകയാണ്, ആരാധ്യനായിട്ട് സ്മരണീയ പുരുഷനായിട്ട് മാറുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ കൃതിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ഒരു ഭക്തി പ്രധാനമായുള്ള കാവ്യമാണ്. ഇതിലെ മുഖ്യമായ രസം, ഒരു കാവ്യത്തിന് ഒരു രസം വേണം, മുഖ്യമായ രസം ഭക്തിയാണ്. ഇനി ഈ കൃതിയുടെ സവിശേഷത എടുത്തു പറയാൻ എന്താണെന്ന് ചോദിച്ചാൽ, ഇത് നാട്യശാസ്ത്രത്തിലെ അഭിനയ സങ്കേതങ്ങളെ ഭാഗികമായിട്ട് സ്വാംശീകരിച്ചിട്ടുള്ള ഒരു കലാരൂപമാണ്. മുഴുവനായിട്ടത് പറയാൻ വയ്യ. കാരണം ചതുർവിധങ്ങളായ അഭിനയങ്ങളുടെ കൂട്ടത്തിൽ ആഹാര്യത്തിൻ്റെതാണ് എങ്കിൽ പോലും ഇതിൽ പദാർത്ഥാഭിനയം താരതമ്യേന കുറവാണ്. 4-5 രംഗങ്ങളിൽ കഥാപാത്രങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പദാർത്ഥം അതിമനോഹരമായിട്ട് അഭിനയിക്കുന്നുണ്ട്. എന്നാൽ മറ്റ് സ്ഥലങ്ങളിലൊക്കെ നൃത്തപ്രധാനമായിട്ടാണ് ഇത് പോകുന്നത്. ആ ഒരു ചാരുത, നൃത്തത്തിൻ്റെ ചാരുതയാണ് ഈ കൃതിയെ ശോഭനമാക്കുന്ന ഒരു ഘടകം. രണ്ടാമത്തത് അതിൻ്റെ വേഷഭംഗിയാണ്. മൂന്നാമതായിട്ട് പറയാനുള്ളത് അതിൻ്റെ വാദ്യവിശേഷം. ഈ 3 വേറൊരിടത്തും കാണാൻ കിട്ടാത്ത സൗഭാഗ്യ അതിശയങ്ങളോട് കൂടിയതാണ് കൃഷ്ണനാട്ടത്തിലെ ഈ 3 ഇനങ്ങളും. അങ്ങനെയുള്ള വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് ശ്രീ സദനം. അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിഷയം സയൻസ് പഠിച്ചാണ്. ഡിഗ്രി വരെ, ഡിഗ്രി സയൻസ് വിഷയമായിരുന്നു. അതിനുശേഷം മലയാളത്തിലാണ് PG ചെയ്തത്. കുട്ടിക്കാലത്ത് തന്നെ കഥകളി അഭ്യസിച്ചു. അത് വളരെ ഗുരുകുല സമ്പ്രദായ പ്രകാരം നന്നായിട്ട് പഠിച്ചതിന് ശേഷം അങ്ങനെ ഇരിക്കും അദ്ദേഹത്തിൻ്റെ ഈ ഗാന്ധി സേവാസദൻ സ്കൂളിൽ ഒരു പോസ്റ്റ് വന്നപ്പോൾ കുറച്ചൊന്ന് നാട് വെട്ടിക്കളയാമെന്ന് വിചാരിച്ച് അദ്ദേഹം ഒരു പോക്ക് പോവാനുണ്ടായത്. അങ്ങനെ വിശ്വഭാരതി സർവകലാശാലയിലെ കഥകളിയുടെ അധ്യാപകനായിട്ടാണ് ശ്രീ സദൻ ശ്രീകുമാർ സേവനം ആരംഭിച്ചത്. നീണ്ട 5-6 വർഷം അവിടെ പഠിച്ചു. ഒരു യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനായിട്ട് അവിടെ തുടർന്നു. പിന്നീട് തിരിച്ചു വന്ന് ഇവിടുത്തെ സ്കൂളിലെ അധ്യാപകനായിട്ടും ജീവിതം പൂർണ്ണമായി. അങ്ങനെ 2013 അദ്ദേഹം സർവീസിൽ നിന്ന് വിരമിച്ചു. ഈ കാലയളവിൽ, അതായത് കൽക്കട്ടയിൽ ജീവിച്ചിരുന്ന കാലത്താണ് അദ്ദേഹത്തിന്റെ മറ്റ് ചില അഭിരുചികൾ പ്രകടമായി വന്നത്.
ഇദ്ദേഹത്തിന് പ്ലാസ്റ്റിക് സാമഗ്രികൾ ഉപയോഗിച്ചുകൊണ്ട് കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കാനുള്ള ഒരു കൗതുകമുണ്ടായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിന്റെ കരകൗശല സാമർഥ്യം തെളിഞ്ഞു വന്നത് കഥകളി കോപ്പുകളിലേക്കായി. കോപ്പിലേക്കും വേഷത്തിലേക്കുമാണ് ശ്രദ്ധ തിരിഞ്ഞത്. അത് ആ രണ്ട് രംഗത്തും പുതിയ പുതിയ പല പരിഷ്കാരങ്ങൾക്കും പിൽക്കാലത്ത് കാരണമായിട്ടും. വാദ്യത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പരിജ്ഞാനം, സംഗീതത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം, പിന്നെ അഭിനയത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം, ഈ മൂന്ന് വിഷയവും ആഴത്തിൽ ഗ്രഹിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നമുക്ക് കൃഷ്ണഗീതിയുടെ സൗന്ദര്യ ദർശനം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറയാൻ ഇത്ര ഉചിതനായ ഒരാളുണ്ട് എന്ന് തോന്നുന്നില്ല. ആ ഒരു കാരണമാണ് അദ്ദേഹത്തെ ഇവിടെ ഭഗവാൻ എത്തിച്ചത് എന്ന് തോന്നുന്നു. വളരെ സ്നേഹത്തോടു കൂടി ഇവിടെ എത്തിയിട്ടുള്ള ശ്രീ ഹരികുമാറിനെ ഈ സദസ്സിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിലെ കലാനിലയത്തിൽ, കൃഷ്ണനാട്ടം കലാനിലയത്തിലെ അധ്യാപകരും അതേപോലെ വിദ്യാർത്ഥികളും എല്ലാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർക്ക് തീർച്ചയായിട്ടും പ്രയോജനം ചെയ്യുന്ന നിരവധി അറിവുകൾ ഇവിടെ സമ്പാദിക്കാനാവും എന്നുള്ളൊരു സംശയവുമില്ല. അത് ഗവേഷണത്തിലെ വിദ്യാർത്ഥികളായാലും സാധാരണ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും നിങ്ങൾക്ക് എങ്ങനെ കൃഷ്ണനാട്ടം മനോഹരമാക്കി തീർക്കാൻ സാധിക്കും എന്ന ദിശയിലേക്ക് വിരൽ ചൂണ്ടുന്ന അറിവുകൾ കിട്ടും എന്ന് ഓർമ്മിക്കാം. എൻ്റെ വിശേഷപ്പെട്ട ക്ഷണം സ്വീകരിച്ച് നിങ്ങളുടെ പൂർവികനായ ഒരാചാര്യൻ നമ്മുടെ വിശാരദി മാഷും ഇവിടെ എത്തിയിട്ടുണ്ട്. അതും അദ്ദേഹത്തെയും മറ്റ് എല്ലാ വിശേഷപ്പെട്ട വ്യക്തികളെയും ഇവിടെ വന്നു ചേർന്ന വിദ്യാർത്ഥികളെയും അധ്യാപകരെയും സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തിനെ ഇവിടെ സംഭാഷണത്തിനായിട്ട് ക്ഷണിക്കുന്നു. ആദ്യമായി കൃഷ്ണഗീതി പോലുള്ള ഒരു കോമ്പോസിഷൻ അല്ലെങ്കിൽ ഒരു കലാരൂപത്തെ നിർമ്മിച്ചെടുക്കുകയും അതിൻ്റെ രംഗാവിഷ്കാരം നടത്തുന്നതിന് ഒരുങ്ങുകയും ചെയ്ത മൺമറഞ്ഞു പോയ മാനവേദൻ മഹാരാജാവിൻ്റെ പാതാരങ്ങളെ എൻ്റെ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊള്ളട്ടെ. വേദിയിലിരിക്കുന്ന സദസ്സിലിരിക്കുന്ന നാരായണ മാഷ്ടം, ഷാരടി മാഷ്ടം, ഇവിടെ കൂടിയിട്ടുള്ള ബാക്കിയെല്ലാ സന്യാസികൾക്കും കലാപ്രേമികൾക്കും എൻ്റെ കരുനാരായണേട്ടനടക്കമുള്ള മണികണ്ഠനടക്കമുള്ള എല്ലാവർക്കും, അതുപോലെ കലാലയത്തിലെ എല്ലാ കൃഷ്ണനാട്ടം കലാകാരന്മാർക്കും എൻ്റെ നമസ്കാരം. തികച്ചും ഒരു ഇത്രയും കാലഘട്ടം കൊണ്ട് ഒരു പരിപൂർണമായ ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ള ഒരു കലാരൂപമായിട്ടുള്ള കൃഷ്ണനാട്ടത്തെ കുറിച്ച് എനിക്ക് നാരായണ മാഷ് പറഞ്ഞ ചെറിയ പരിഭ്രമമുണ്ടായി. എന്നിൽ നിന്നും പലതും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചേക്കും. അങ്ങനെയല്ല, എനിക്ക് നിങ്ങളിൽ നിന്നാണ് സത്യം പറഞ്ഞാൽ ധാരാളം മനസ്സിലാക്കാനുള്ളത്. പക്ഷേ ഒരു കാഴ്ചക്കാരൻ എന്നുള്ള നിലയ്ക്ക്, ഒരു ആസ്വാദകൻ എന്നുള്ള നിലയ്ക്ക്, വേറെ ഒരു ഡിസിപ്ലിൻ ആയിട്ടുള്ള കഥകളിയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ആശയവിനിമയം നടത്തുക എന്നുള്ളതിൽ കവിഞ്ഞ് ഒന്നും എനിക്കിവിടെ ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം കൃഷ്ണനാട്ടത്തെക്കുറിച്ച് കൂടുതൽ ഗഹനമായി ചിന്തിക്കുകയും അതിനെപ്പറ്റി എഴുതേണ്ടി വരുന്നത് എൻ്റെ ഡോക്ടറൽ തിസീസിലാണ്. അത് ചെയ്യുമ്പോഴാണ് എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കേണ്ടതായ, അതായത് അവശ്യം അന്വേഷിക്കേണ്ടതായിട്ടുള്ള ഒരവസ്ഥ വന്നത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ
കൃഷ്ണഗീതി എന്നുള്ള ആ കലാരൂപം ഉണ്ടാകുന്നത് തന്നെ ഇവിടെ അഷ്ടപതിയാട്ടം എന്നുള്ള ഗീതഗോവിന്ദത്തിൻ്റെ ഘടനയെ അവലംബിച്ചുകൊണ്ടാണ് മാനവേദൻ കൃഷ്ണഗീതി എഴുതിയത് എന്നാണ് ഉള്ളൂരും അതുപോലെയുള്ള ചരിത്രകാരന്മാരും നിരൂപകരും പറഞ്ഞു പോയിട്ടുള്ളത്. അപ്പോൾ ഈ ഞാൻ സംസ്കൃത കാവ്യങ്ങളെ കുറിച്ച് വേണ്ടത്ര നാരായണ മാഷ് ഇവിടെ ഇരിക്കുന്ന സമയത്ത് അതിനെപ്പറ്റി അവഗാഹമായിട്ട് അല്ലെങ്കിൽ താത്വികമായി പറയാനുള്ള എനിക്കില്ലെങ്കിൽ പോലും സന്ദേശകാവ്യം, അതുപോലെ ഖണ്ഡകാവ്യം, നാടകം, കുറേ ദശരൂപക വിധത്തിലുള്ള കാവ്യങ്ങളുടെ ഘടനയെക്കുറിച്ച് സംസ്കൃതത്തിൽ ഒരു നിയമം ഉണ്ടെങ്കിൽ പോലും അതിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ടാണ് ഗീതഗോവിന്ദം എഴുതപ്പെട്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ആ ഒരു ഘടനയെ ഫോളോ ചെയ്തുകൊണ്ടല്ല, അതിൽ നിന്നും വ്യത്യസ്തമായി ശ്ലോകം പദം എന്ന നിലയ്ക്ക് ഒരു പുതിയ തരത്തിലുള്ളൊരു ആവിഷ്കാരമായിട്ടായിരുന്നു ഗീതഗോവിന്ദത്തിൻ്റെ ഇവിടേക്കുള്ള കടന്നുവരവ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. മാത്രമല്ല, ഗീതഗോവിന്ദത്തിൻ്റെ പ്രസക്തി ഞാൻ കൃഷ്ണനാട്ടത്തിൽ നിന്ന് ഗീതഗോവിന്ദത്തിലേക്ക് പോവുകയല്ല. ഗീതഗോവിന്ദത്തിൽ നിന്നാണ് കൃഷ്ണനാട്ടം വന്നത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഗീതഗോവിന്ദത്തെ ഇവിടെ പരാമർശിക്കുന്നത്. ഗീതഗോവിന്ദം ഇവിടെ ഉണ്ടാക്കിയ ചലനം എന്തായിരുന്നു എന്നുണ്ടെങ്കിൽ അതിനു മുൻപ് വരെ ഇവിടെയുള്ള സാമൂഹിക സാംസ്കാരിക മേഖലയിലുള്ള എല്ലാ മേഖലയിലുള്ള ആൾക്കാരും ഒരു പരിധി വിട്ട് എന്താണ് പറയേണ്ടത്, ഈ വെൺമണി കൃതികളെ പോലെയുള്ള, അതുപോലെ ചന്ദ്രോത്സവം, അതുപോലെ വൈശികതന്ത്രം, അതുപോലെ സന്ദേശകാവ്യങ്ങൾ, അങ്ങനെയുള്ള വൈശികതന്ത്രത്തെ കുറിച്ചൊന്നും ഇവിടെയുള്ള കുട്ടികൾക്ക് ചിലപ്പോൾ അറിയാൻ സാധ്യതയില്ല, ചന്ദ്രോത്സവത്തെ കുറിച്ചും അറിയാൻ സാധ്യതയില്ല. ഞാൻ ചെറുതായി പറയാം. വൈശികതന്ത്രം എന്ന് പറയുന്നത് ഒരു അമ്മൂമ്മ ഒരു പൗത്രിയായിട്ടുള്ള പൗത്രിയോട് അല്ലെങ്കിൽ പേരക്കുട്ടിയോട് വൈശിക വൃത്തി ചെയ്ത് എങ്ങനെ വിജയിക്കാം എന്നുള്ള ഉപദേശം ചെയ്യുന്നതാണ് വൈശികതന്ത്രം. വേശ്യാവൃത്തി ചെയ്ത് വിജയിക്കാനുള്ള പദ്ധതികൾ ഒരു പേരക്കുട്ടിക്ക് ഉപദേശിച്ചു കൊടുക്കുന്നത് പോലെയുള്ള ഒരു കൃതിയാണ് വൈശികതന്ത്രം. അതുപോലെ ചന്ദ്രോത്സവമാണെങ്കിലോ ഒരു സ്വതന്ത്ര ലൈംഗികത അല്ലെങ്കിൽ സ്വതന്ത്ര ലൈംഗികത എന്നൊക്കെ പറയുന്ന യൂറോപ്യൻ സങ്കല്പങ്ങളുടെ ഒരു ആവിഷ്കാരം എന്നതുപോലെ കുറേ പുരുഷന്മാരും കുറേ സ്ത്രീകളും ഒരു സ്ഥലത്തേക്ക് വരുന്നു. കുറച്ച് കാലഘട്ടം അവിടെ സ്വതന്ത്രമായ ലൈംഗികത, പല വിധത്തിലുള്ള ലൈംഗികത, പല സാമൂഹിക തലത്തിലുള്ള ആൾക്കാരുടെ ലൈംഗികത എല്ലാം അവരാഘോഷിച്ച് ആനന്ദിച്ച് തിരിഞ്ഞു പോകുന്നു. അങ്ങനെയുള്ള ഒരു ലൈംഗികതയ്ക്ക് വളരെയധികം അല്ലെങ്കിൽ അതിൻ്റെ മോശമായ അതല്ലെങ്കിൽ അത് ഡിക്കേ ചെയ്തു പോകുന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യ സാംസ്കാരിക മേഖല ചിതറിപ്പോയതിൻ്റെ പശ്ചാത്തലത്തിൽ ഇവിടെ ധാരാളം ഗണികകളെ വർണ്ണിക്കുന്ന ശ്ലോകങ്ങളും അത്തരത്തിലുള്ള അത് ആനന്ദിച്ച് അതാണ് ജീവിതം എന്ന് ധരിച്ച് വശമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് പ്രണയത്തിന്റെ ഒരു ആധ്യാത്മിക രൂപമായിട്ടുള്ള ഗീതഗോവിന്ദം ഇവിടെ വരുന്നത്. അപ്പൊ കാമം എന്ന് പറയുന്ന തികച്ചും എന്താ പറയേണ്ടത്, മൃഗീയം എന്നല്ല അങ്ങനെ പറയേണ്ടത്, തികച്ചും വളരെ ജൈവികമായ കാമം മാത്രമാണ് ജീവിതം എന്ന് ധരിച്ചു വശായിരുന്ന ഒരു സമൂഹത്തിന്റെ മുന്നിൽ കാമത്തിന്റെ മറ്റൊരു തലമാണ് അല്ലെങ്കിൽ ആധ്യാത്മിക തലമാണ്, അതിന് വേറൊരു തലമുണ്ട്, അത് പ്രണയമാണ്. അപ്പൊ പ്രണയത്തിന്റെയും കാമത്തിന്റെയും വ്യത്യാസം ഒരു പരിധി വരെ അന്നത്തെ ജനങ്ങൾക്ക് ചെറിയ തോതിലെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കുകയും അങ്ങനെ ഈ വൈശികതന്ത്രം, ചന്ദ്രോത്സവം അങ്ങനെയുള്ള കവിത അല്ലെങ്കിൽ കവിത ആസ്വാദനത്തിൽ നിന്നും അവർ മാറി ഗീതഗോവിന്ദത്തിലെ പ്രണയത്തിലേക്ക് അവർ തിരിച്ചെത്തുകയും അവർ അതിലുള്ള ആധ്യാത്മിക ജീവാത്മ പരമാത്മ എന്നുള്ള സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. അത് എത്ര കണ്ട് മറ്റുള്ളവർ സ്വീകരിക്കാതിരിക്കാം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം അങ്ങനെ ഒരു സങ്കല്പം ഇല്ല. ഈശ്വര സങ്കല്പം, ഈശ്വരൻ എന്ന് പറയുന്നത് തന്നെ ഇല്ലാത്തതാണ് എന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടമുണ്ട്. അത് അവരുടെ കാഴ്ചപ്പാടിൽ അത് ശരിയുമായിരിക്കാം.
എന്തായാലും അങ്ങനെ ഒരു പ്രണയത്തിന് കാമമെന്നും പ്രേമമെന്നും മധുരഭക്തി എന്നും ഒക്കെയുള്ള അവസ്ഥകളുണ്ടെന്നും ഈ മധുരഭക്തിയിൽ കൂടെ കിട്ടുന്ന ആനന്ദം എന്ന് പറയുന്നത് തികച്ചും ഉദാത്തമായ ഒരു അനുഭവമാണെന്ന് ഇവിടുത്തെ ജനങ്ങൾ തിരിച്ചറിയുകയും അങ്ങനെയാണ് ഗീതഗോവിന്ദത്തിന് ബംഗാളിൽ ജനിച്ച ഗീതഗോവിന്ദം എന്ന് തന്നെ പറയട്ടെ. ജയദേവർ ജനിച്ചത് ബംഗാളിൽ ഹിന്ദുവില്ലും എന്ന ഗ്രാമത്തിലാണ്. അദ്ദേഹം രചിച്ച ഗീതഗോവിന്ദത്തിന് കൽക്കത്തയിലും ബംഗാളിലും ഉള്ള സ്വീകാര്യതയേക്കാൾ കൂടുതൽ സ്വീകാര്യത കേരളത്തിൽ ലഭിക്കുന്നു എന്നുള്ളത് കേരളത്തിലുള്ള ആൾക്കാർ ഈ ശൃംഗാരത്തിൻ്റെ വൃത്തികെട്ട അവസ്ഥയെ മതിയായിട്ട് അതിൻ്റെ ഒരു നൂതനമായ വളരെ ഉദാത്തമായ ഒരു രൂപം അവർക്ക് ആസ്വദിക്കാൻ കിട്ടിയപ്പോൾ അതിലേക്ക് അവർ കാലുമാറുകയാണ് ഉണ്ടായത് എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ക്ഷേത്രങ്ങളിലെല്ലാം ഗീതഗോവിന്ദം ഒരു നിർബന്ധമായ ഒരു സോപാന സംഗീത ശാഖയായി ഉണ്ടാവുകയും ചെയ്തു. ഈ ഗീതഗോവിന്ദത്തിൻ്റെ ഘടന തന്നെയാണ് മാനവേദൻ കൃഷ്ണഗീതയിലും സൂക്ഷിച്ചിട്ടുള്ളത് എന്നാണ് നിരൂപകന്മാർ പറയുന്നത്. അപ്പോൾ ഈ അഷ്ടപതിയാട്ടം എന്നുള്ള തരത്തിലുള്ള ഒരു നൃത്തരൂപം ഇവിടെ ഉണ്ടായിരുന്നു എന്നും അഷ്ടപതിയാട്ടത്തിൻ്റെ ഘടനയിൽ നിന്നാണ് കൃഷ്ണനാട്ടം ഉണ്ടായത് എന്നുമാണ് ഈ നിരൂപകരുടെ പക്ഷം. അഷ്ടപതിയാട്ടത്തെക്കുറിച്ച് കൃത്യമായ യാതൊരു രേഖകളോ അല്ലെങ്കിൽ കൃത്യമായ യാതൊരു ഫോട്ടോകളോ അല്ലെങ്കിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള യാതൊന്നും ഇന്ന് ലഭ്യമല്ലാത്തത് കാരണം ഏതാണ്ട് ഊഹിക്കാനേ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് പല പല നിരൂപകരും നിരീക്ഷകരും ഈ കൃഷ്ണനാട്ടത്തിലെയും കഥകളിയിലെയും സ്ത്രീ കഥാപാത്രങ്ങളുടെ ആഹാര്യങ്ങൾക്ക് മുസ്ലിം സ്ത്രീകളുടെ ആഹാര്യങ്ങളോട് സാമ്യമുണ്ട് എന്നൊക്കെ ധാരാളം ഗ്രന്ഥങ്ങളിൽ പരാമർശിച്ചു പോവുകയും അത് ഏതാണ്ട് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. തലയിൽ കട്ടമിടുന്ന ശീലം, അതുപോലെ കയ്യ ഉപ്പായത്തിൻ്റെ ഘടന, അതുപോലെ